ഹായ് ഗായ്സ്, അംഗല വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിടുവണ്ടി വാരണാസിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യം നമ്മൾ 9-ാം തീയതി എറണാകുളത്ത് നിന്നും ശബരി എക്സ്പ്രസ്സിൽ കയറി 10-ാം തീയതിയോടുകൂടി നമ്മൾ സെക്കന്ദരാബാദിലേക്ക് എത്തിയതാണ്. ഇവിടെ വന്നു ഒന്ന് ഫ്രഷായി നേരെ ചാർമിനാർ കാണാൻ പോയി. ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നിമ്ര ടീ സ്റ്റോളിൽ നിന്ന് ചായയും ഓസ്മാനിയ ബിസ്ക്കറ്റും കഴിക്കുന്നിടത്താണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത്. വിടുവണ്ടി വാരണാസിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. സോളോ ബാക്ക് പാക്കിംഗ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി അംഗേലെ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കന്ദരാബാദ് എന്ന് പറയുന്നത് ഹൈദരാബാദിന്റെ ട്വിൻ സിറ്റിയാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. അതിന്റെ തൊട്ടടുത്ത് ലുംബിനി പാർക്കും സെക്രട്ടേറിയറ്റും അംബേദ്കറിന്റെ പ്രതിമയും എല്ലാം ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട്. ഒരു സായാഹ്നം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഇവിടെ നയനമനോഹരമായ കാഴ്ചകൾ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും സെൽഫി എടുക്കുമ്പോൾ നമ്മൾ മാത്രം സെൽഫി എടുക്കാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഒരു സെൽഫി അങ്ങ് കാഴ്ചയേക്കാം വിചാരിച്ചു. ഹുസൈൻ സാഗറിന്റെ തൊട്ടടുത്തുള്ള ഈ റോഡ് ഇതൊരു സെൽഫി പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഹുസൈൻ സാഗർ തടാകം കാണാം, തടാകത്തിന്റെ നടുക്കുള്ള ബുദ്ധയുടെ പ്രതിമ കാണാം. അതുകൂടാതെ നിരവധി സ്റ്റാച്യൂസ്, ചെറിയ ചെറിയ കടകള്, പിന്നെ അതുകൂടാതെ ലൈറ്റിങ്, ചെറിയ ചെറിയ മണ്ഡപങ്ങള്, അതെല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതോടെ ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഒരു മെമ്മോറിയലാണ്. 1969 തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിനായി സമരം ചെയ്ത് വീരമൃത്യു വരിച്ച 369 വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കുന്ന ഒരു മെമ്മോറിയലാണ് ഈ കാണുന്നത്. ലുംബിനി പാർക്ക് ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് കോർത്തിണക്കിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം. ടിക്കറ്റ് വില 20 രൂപ. പക്ഷേ ഓരോ ആക്ടിവിറ്റീസിനും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം എന്നുള്ളതുണ്ട്. ലേസർ ഷോ, ലുംബിനി ടെമ്പിളിലേക്കുള്ള ഒരു ബോട്ടിംഗ്,
ബങ്കി ജമ്പിങ്, പിന്നെ ടാറ്റൂസ്, പിന്നെ ചെറിയ ചെറിയ ചാർട്സ് എല്ലാം കിട്ടുന്ന, പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള കുറെ സജ്ജീകരണങ്ങൾ, ഒരു പാർക്ക് മൂഡ്, അങ്ങനെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ലുംബിനി പാർക്ക്. ആ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്, നിയമം നടപ്പിലാക്കുന്ന ബിൽഡിംഗ്. ദേ കുറച്ച് മാറി അങ്ങോട്ട് കാണുന്നത് അംബേദ്കറിന്റെ പ്രതിമയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് അംബേദ്കർ നിയമസംഹിത എഴുതിയ സമയത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി നിന്നിരുന്നതാവാം. പിന്നീട് വന്ന ഭരണകൂടം നിയമം ഭേദഗതി വരുത്തുകയും അതിഷ്ടപ്പെടാത്ത അംബേദ്കർ തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു എന്ന് ഇവിടെ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്, ജസ്റ്റ് ഫോർ ഫൺ.
ഹൈദരാബാദിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കാര്യം ഞാൻ ഇന്ന് നൈറ്റ് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഡോർമെട്രി ബുക്ക് ചെയ്തിട്ടുണ്ട്. 400 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് 24 മണിക്കൂറിലേക്ക്. അപ്പോ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഹൈദരാബാദിലെ വേറൊരു അടിപൊളി സ്ഥലം ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ ഇറ്റ്സ് മീ ജയപ്രകാശ്.